നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങളുമായി ഇന്ന് സംഭവിച്ചത് ആരംഭിക്കുന്നു. ഞാൻ പ്രവിത ലക്ഷ്മി. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പോളിംഗ് കുറവിൽ നെഞ്ചെടുപ്പോടെ മുന്നണികൾ. സംസ്ഥാനത്തെ പോളിംഗ് ശതമാനം 71.16% തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 2019 6% കുറവാണ് ഇത്. ഏറ്റവും കൂടുതൽ പോളിംഗ് വടകരയിലും കുറവ് പത്തനംതിട്ടയിലുമാണ്. പോളിംഗ് ശതമാനം കുറഞ്ഞത് ജയത്തെ ബാധിക്കില്ല എന്നാണ് പ്രതീക്ഷയെങ്കിലും അടിയൊഴുക്കുകളിൽ സ്ഥാനാർത്ഥികൾ ആശങ്കയിലാണ്. ഞങ്ങൾക്ക് നല്ല വിജയ പ്രതീക്ഷയാണ്. 20 സീറ്റും കിട്ടുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് ഞങ്ങൾ. ജനങ്ങൾ വളരെ ആവേശം പ്രകടമായിരുന്നു, വളരെ വലിയ ആവേശം പ്രകടമായിരുന്നു. ഒരിക്കലും ബാധിക്കില്ല. ഇനിയിപ്പോൾ 80 വയസ്സ് കഴിഞ്ഞവരുടെ ധാരാളം വോട്ട് വരാനുണ്ട്, പോസ്റ്റലോട്ട് വരാനുണ്ട്. ഇതെല്ലാം കൂടെ വരുമ്പോൾ പോളിംഗ് ശതമാനം ഇനിയും വർദ്ധിക്കും. ഒരു ആശങ്കയില്ല. കാരണം ഞങ്ങൾ ബൂത്തുകളിൽ നിന്നുള്ള ഒരു വോട്ട് ചെയ്യുമ്പോഴും ടിക്കുകയല്ലോ. ഞങ്ങളുടെ വോട്ടുകളൊക്കെ നേരത്തെ എണ്ണി തിട്ടപ്പെടുത്തി പോളിംഗ് സ്ക്വാഡുകൾക്ക് നൽകിയിട്ടുള്ളതാണ്. അപ്പം അതിൽ ഒരു 90% വന്നിട്ടുണ്ട്. ഞങ്ങളുടെ വോട്ടെന്ന് പറയുന്നത് നല്ല വിജയം ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 50,000 അടുത്ത വിജയമാണ് പ്രതീക്ഷിക്കുന്നത്. എന്നെ നിങ്ങൾ നിയോഗിച്ചാൽ നിങ്ങൾക്കതുകൊണ്ട് ഉണ്ടാകാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇത് മാത്രമാണ് ഞാൻ ചർച്ച ചെയ്തു പോയത്. അതവരുടെ മൂളയിൽ അവർ ചിന്തയ്ക്ക് വകയാക്കി എടുത്താൽ ഉറപ്പായിട്ടും നല്ല നിശ്ചയമുണ്ടാകും എന്ന് പറയുന്ന വിശ്വാസത്തിലാണ് പോയിരിക്കുന്നത്. ഞാൻ എൻ്റെ സ്ഥാനാർത്ഥികളുടെ പേര് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ, സഹ സ്ഥാനാർത്ഥികളുടെ അല്ലെ. ക്രോസ് വോട്ടിങ്ങിനെ സംബന്ധിച്ച് ജനങ്ങൾക്കും നല്ല ബോധം 2019 റിസൾട്ടിൽ നിന്ന് ഒരു പഠനം അവർക്കുമുണ്ടായി എന്ന് കരുതിക്കോളൂ. വിവരങ്ങളുമായി വി.എ. ഗിരീഷ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, സ്ഥാനാർത്ഥികളുടെ പ്രതീക്ഷ എങ്ങനെയാണ്? പ്രവിധ, വോട്ടിംഗ് ശതമാനത്തിലെ കുറവ്, പോളിംഗ് ശതമാനത്തിലെ കുറവ് മുന്നണികളെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഇത് തങ്ങളുടെ വിജയത്തെ ബാധിക്കില്ല എന്ന മുന്നണികളും സ്ഥാനാർത്ഥികളും ആവർത്തിക്കുമ്പോഴും അടിയൊഴുക്കുകളിലാണ് ഈ സ്ഥാനാർത്ഥികളുടെയും മുന്നണികളുടെയും ഒക്കെ ആശങ്ക. കാരണം പോളിംഗ് ശതമാനം 2% കുറഞ്ഞാൽ തന്നെ അത് നിർണായകമായ സ്വാധീനം ഈ റിസൾട്ടിൽ ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ 6% പോളിംഗ് ആണ് കഴിഞ്ഞ തവണത്തതുമായി ബന്ധപ്പെട്ട് കുറഞ്ഞിരിക്കുന്നത്. ഇതാണ് മുന്നണികളുടെ ഒരു ആശങ്കയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. പോളിംഗ് ശതമാനം കുറയുന്നത് ആർക്കെങ്കിലും അനുകൂലമാകുമെന്നോ പ്രതികൂലമാകുമെന്നോ ഒക്കെയുള്ള കണക്കുകൂട്ടലുകൾ സമീപകാലങ്ങളിലെല്ലാം തന്നെ തെറ്റിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പോളിംഗ് ശതമാനത്തിലെ കുറവ് ആർക്കാണ് അനുകൂലമാകുക, ആരൊക്കെയാണ് വിജയിക്കുക എന്നുള്ളത് ഇപ്പോൾ പ്രവചിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് രാഷ്ട്രീയ നിരീക്ഷകരുമുള്ളത്. ഓരോ സ്ഥാനാർത്ഥികളും മുന്നണികളുമെല്ലാം തങ്ങൾക്ക് വിജയം അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ അപ്പോഴും ബൂത്ത് തലത്തിൽ നിന്നുള്ള ഈ കണക്കെടുപ്പ് ഇപ്പോൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ പല പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളും ഇത് സംബന്ധിച്ച കണക്കെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞിരുന്നു. എന്നാൽ ഇത് പൂർത്തിയാകണമെങ്കിൽ ഇന്ന് വൈകുന്നേരത്തോടെ എങ്കിലും എടുക്കും. ഇതിനുശേഷം മാത്രമായിരിക്കും ഈ മുന്നണികളും സ്ഥാനാർത്ഥികളുമെല്ലാം ഒരു നിലപാടിലേക്ക് എത്തുക. കാരണം ഈ ഓരോ ബൂത്തുകളിലും തങ്ങൾക്ക് അനുകൂലമായി ചെയ്തിട്ടുള്ള വോട്ടുകൾ എത്ര തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ സ്ഥാനാർത്ഥികൾക്കും മുന്നണികൾക്കും ഇനിയും മനസ്സിലാകേണ്ടതുണ്ട്. എന്തായാലും കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് മുതൽ 2020 തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് മുതൽ കേരളത്തിൽ വോട്ടിംഗ് ശതമാനം കുറയുകയാണ്. നിയമസഭയിലേക്ക് വരുമ്പോഴും ഈ വോട്ടിംഗ് ശതമാനത്തിലുണ്ടാകുന്ന കുറവ് നമുക്ക് വ്യക്തമായി കാണാം. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതേ രീതിയിൽ തന്നെ വോട്ടിംഗ് കുറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇത് എങ്ങനെ ബാധിക്കും എന്നുള്ള ഒരു കാര്യത്തിലാണ് ഇപ്പോൾ മുന്നണികൾക്ക് ആശങ്കയുള്ളത്. ഏതായാലും വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് തങ്ങളുടെ വിജയത്തെ ഒന്നും ബാധിക്കില്ല എന്ന് പരസ്യമായി തന്നെ മുന്നണികൾ വ്യക്തമാക്കുമ്പോഴും ഈ അടിയൊഴുക്കുകളിൽ സ്ഥാനാർത്ഥികളും മുന്നണികളും നൽകിയത്. ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ മാധ്യമങ്ങൾ കാണുന്നു. തത്സമയം 8 മണിക്ക് 99% ബൂത്ത് പോളിംഗ് പൂർത്തിയായിട്ടുണ്ടായിരുന്നു. വടക്കരയിൽ മാത്രമേ ചില ബൂത്തുകളിൽ 8 ബൂത്ത്, ടു ബി വെരി സ്പെസിഫിക് 8 ബൂത്തുകളിൽ മാത്രമേ ഡിലേസ് അല്ല, കുറച്ച് കൂടുതൽ സമയം എടുത്തു. അതിൻ്റെ കാരണം നമ്മൾ അനലൈസ് ചെയ്യാൻ ശ്രമിച്ചു ഇൻ ഷോർട്ട് ടൈം. ബേസിക്കലി 3 മണിക്ക് ശേഷം ഈ ബൂത്തുകളിൽ ഒത്തിരി ആൾക്കാർ ഒരു വലിയ ഒരു നമ്പർ വോട്ടേഴ്സ് വന്നു. അതുകൊണ്ടാണ് കുറച്ച് സമയം എടുത്തത്. അതൊന്ന്. രണ്ടാമത്തെ, ഈ വോട്ടിംഗ് മെഷീനിൻ്റെ ടെക്നിക്കൽ ഇഷ്യൂസ് പെർസെൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അനലൈസ് ചെയ്തു. കഴിഞ്ഞ ഇലക്ഷൻ ആവറേജ് ഒരു 5% ഫെയിലിയർ റേറ്റ്. വി വി പാറ്റ്, ബാലറ്റ് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്.
ഈ പ്രാവശ്യം VVPAT ബാലറ്റ് യൂണിറ്റ് കൺട്രോൾ യൂണിറ്റിൻ്റെ 0.44% ആണ് ഫെയിലിയർ റേറ്റ്. VVPATൻ്റെ 2.1% ആണ്. സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രാവശ്യം മഷീൻസ് ഹാവ് പെർഫോംഡ് മച്ച് ബെറ്റർ ദാൻ ലാസ്റ്റ് ടൈം. അതാണ് നമ്പർ 2. നമ്പർ 3, ഉദ്യോഗസ്ഥരുടെ പരിചയക്കുറവ് പറഞ്ഞാൽ അഗെയിൻ ഐ വിൽ നോട്ട് സബ്സ്ക്രൈബ് ടു ഇറ്റ് ഫുള്ളി. കാരണം ഞാൻ പറഞ്ഞു 95% ബൂത്തിൽ വൈകുന്നേരം 6 മണി 6:30 പോളിംഗ് കഴിഞ്ഞു. ബാക്കി ബൂത്ത്സ് ബൈ 8-9 ഇറ്റ് വാസ് ഓവർ. ജസ്റ്റ് ദീസ് വടക്കരൻ്റെ 8 ബൂത്തിൽ മാത്രമേ ആയിരുന്നു കുറച്ച് ഇഷ്യൂസ്. ഈ പ്രാവശ്യം പുതിയൊരു നമ്മൾ ഇനിഷ്യേറ്റീവ് ആണ് എടുത്തത്. നമ്മളൊരു ഓർഡർ സോഫ്റ്റ്വെയറിന് പോളിംഗ് പേഴ്സൺ ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടി. അതിൽ കംപ്ലീറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഡേറ്റാബേസ് എടുത്തിട്ടുണ്ട്. ആർക്കൊന്നും അവകാശമില്ലാതെ യു ക്യാൻ ബി എക്സാംപ്റ്റഡ്. പേര് എല്ലാവരുടെ ഡേറ്റാബേസിൽ വന്നിട്ടുണ്ട്, എല്ലാവരുടെ പേര് ഡേറ്റാബേസിൽ വന്നിട്ടുണ്ട്. സോ ചില ആൾക്കാർ പുതിയതായിട്ട് വന്നിട്ടുണ്ട്, ഫസ്റ്റ് ടൈമേഴ്സ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമേഴ്സ് വന്ന കഴിഞ്ഞാൽ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് പോളിംഗ്. ഈ നമ്മുടെ പോളിംഗിൻ്റെ മുമ്പ് എന്തായിരുന്നു പബ്ലിക് ഡിസ്കോഴ്സ്, നമ്മുടെ പ്രവർത്തന മാധ്യമങ്ങൾ, ഇൻ വിഷ്വൽ, ഓഡിയോ വിഷ്വൽ മീഡിയ, പ്രിന്റ് മീഡിയ, കള്ള വോട്ട്, ഇരട്ട വോട്ട്, വോട്ടിംഗ് മെഷീൻസ് പ്രശ്നമാണ്, അത് വിശ്വസിക്കാൻ പറ്റത്തില്ല. സോ ഇങ്ങനെ ഒരു ഫിയർ സൈക്കോസിസ് ആണ് ആയിരുന്നു, എല്ലാവർക്കും ഒരു സംശയം. സോ ഫസ്റ്റ് ടൈം പോളിംഗ് ഉദ്യോഗസ്ഥർ വന്നാൽ, ഫസ്റ്റ് ടൈം ആയിക്കോട്ടെ, ലെറ്റസ് ഫർഗെറ്റ് ഫസ്റ്റ് ടൈം, ഈവൻ എക്സ്പീരിയൻസ്ഡ് പോളിംഗ് പേഴ്സണൽ അവർ നാച്ചുറലി കുറച്ച് കെയർഫുൾ ആയിരിക്കും. അവരുടെ പരിശോധന റൈറ്റ് ഫ്രം ഫസ്റ്റ് പോളിംഗ് ഓഫീസർ പരിശോധിക്കുമ്പോൾ അത് കുറച്ച് കൂടുതൽ സമയമെടുക്കും. സോ ദാറ്റ് പീപ്പിൾ ആർ വെരി കോഷ്യസ്. വൺ. രണ്ടാമത്തെ, വോട്ടേഴ്സ് വന്ന കഴിഞ്ഞാൽ നമ്മൾ എന്താണ് കണ്ടെത്തിയെന്നാൽ ഈ വോട്ടേഴ്സ് അവർക്ക് ഒരു VVPAT പുതിയൊരു വിവരം കിട്ടിയത്. VVPAT മെഷീൻസ് ഏതൊരു മെഷീൻ അവിടെ ഉണ്ട് അത് നോക്കണം. സോ എല്ലാവർക്കും ഒരു VVPAT എന്താണ് കൺട്രോൾ യൂണിറ്റ് ബാലറ്റ് യൂണിറ്റിൻ്റെ സൈഡിൽ VVPAT വെച്ചിട്ടുണ്ട്. വാട്ട് വി സോ അഗെയിൻ ഒരു അനാലിസിസ് വി ഡിഡ്. ആൾക്കാർ നോക്കുന്ന VVPAT സ്ലിപ്പ് ഇന്ന് നടന്ന വന്നിട്ടുണ്ടോ. പോളിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ. ഇപ്പോൾ ഷാഫി പറമ്പിൽ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. മുഴുവൻ ഒരു 6:15 നശിപ്പിക്കുക, എന്നിട്ട് പ്രായമായ അമ്മയോട് പറയുക ബൂത്തിൽ എന്തിനായിരുന്നു എന്ന് മകളോട് ചോദിക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ പിന്നെ ഭീഷണിപ്പെടുത്തുക, അമ്മേനെ ഭീഷണിപ്പെടുത്തുക തുടങ്ങിയ ചില കലാപരിപാടികളൊക്കെ ഇന്നലെ വൈകുന്നേരം. അതൊക്കെ ഒരു പരാജയം ഉണ്ടാവാൻ പോകുന്നതിൻ്റെ ഒരു അസ്വസ്ഥതകളെ ആയിട്ടേന്ന് ഞാൻ കാണുന്നുള്ളൂ. ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു, ഞങ്ങൾ ജയിക്കുമെന്നുള്ളത് ഞങ്ങൾക്ക് മാത്രമല്ല അവർക്കും മനസ്സിലായിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ പിന്നെ അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നത്. എന്നെ സത്യം പറഞ്ഞ അത്ഭുതപ്പെടുത്തുന്ന പിന്നെ തരത്തിലാണ് ചില കാര്യങ്ങളിൽ പിന്നെ ബഹുമാനപ്പെട്ട എതിർ സ്ഥാനാർത്ഥി പിന്നെ തരം താഴ്ന്ന നിലയിലുള്ള കമൻറ്റുകൾ പറയുന്നത്. ഞാൻ ആ ഇൻ്റർവ്യൂവിൻ്റെ ഒരു അംശം ഞാനും കണ്ടിരുന്നു. ഇത് ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകളുടെ മുന്നിലാണ് ഞാൻ ഇന്നലെ ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നത്. ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങളെ കാണിച്ചിട്ട് ഇവിടെ നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അറിയാം അതൊരു വ്യാജമായ നിർമ്മിതിയാണെന്നുള്ളത്. അത്തരമൊരു ഗ്രൂപ്പോ അത്തരമൊരു മെസ്സേജോ ഇല്ല എന്നുള്ളതും അത് തെരഞ്ഞെടുപ്പിൻ്റെ അവസാന മണിക്കൂറുകളിൽ വ്യക്തിപരമായി എന്നെ പിൻ പോയിന്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണെന്നുള്ളത് ആ കുട്ടി, പറയപ്പെടുന്ന കുട്ടി ഉൾപ്പെടെ വന്ന് അതിൻ്റെ മുഴുവൻ തെളിവുകളും വന്ന് ഇവിടെ പത്രസമ്മേളനം നടത്തി. ഞാൻ ഇന്നലെ അങ്ങനെ പറഞ്ഞു. ഈ പോസ്റ്റ് ഇട്ട പലരും അത് മുക്കിക്കൊണ്ട് ഓടി. അതിൽ ഒരു പോസ്റ്റ് മുക്കാത്ത പ്രമുഖരായ ആളുകളെ സംബന്ധിച്ച് ഞാനിവിടെ പറഞ്ഞിട്ട് ഈ ധ്രുവീകരണത്തിന് ശ്രമിക്കരുതെന്നും ആ ധ്രുവീകരണം നടന്നിട്ടില്ല, അത് വടകരയിലെ ജനങ്ങൾ അതിന് നിന്നുകൊടുക്കുന്നവരല്ല എന്നുള്ളതും കൃത്യമായി ഞാൻ മാധ്യമങ്ങളുടെ മുമ്പാകെ പരസ്യമായി പറഞ്ഞിട്ടും പിന്നെയും കാഫിർ എന്ന് വിളിച്ചു. അതിൽ ഞാൻ മൗനം പാലിച്ചു. അത് വളരെ സൗമ്യനായി അഭിനയിച്ചു, നിഷ്കളങ്കനായി അഭിനയിച്ചു എന്നൊക്കെ ഒരു പിന്നെ ബൈറ്റ് കൊടുക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഒന്നല്ലെങ്കിൽ ഇത് വളരെ ബോധപൂർവം പറഞ്ഞുകൊണ്ടേയിരിക്കാൻ പാർട്ടി തീരുമാനിച്ച് നടപ്പിലാക്കുന്ന ഒരു കാര്യം, അതല്ലെങ്കിൽ ഇത് ഫേക്കാണെന്ന് പോലും തിരിച്ചറിയാൻ അല്ലെങ്കിൽ തിരിച്ചറിവ് കൊടുക്കാൻ ആളുകൾക്ക് കഴിയും. പക്ഷെ തിരിച്ചറിവ് ഫേക്കാണെന്ന് കൊടുക്കാൻ ആളുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അതിൻ്റെ ചുറ്റുവട്ടത്ത് നിൽക്കുന്ന ആളുകളുടെ പ്രതികരണം തന്നെ എനിക്ക് മനസ്സിലായി. ഈ പോസ്റ്റ് ഇട്ട് അത് ഡിലീറ്റ് ചെയ്ത ആളുകളെ പിന്നെ ഇതെന്ന് തന്നെ എനിക്ക് മനസ്സിലായി. അപ്പം എന്തിനാണ് ഇങ്ങനെ ഇല്ലാ കഥകൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തിനാ തെരഞ്ഞെടുപ്പിൽ വികസനവും തെരഞ്ഞെടുപ്പിൽ CAAയും തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയവും ഈ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്നൊക്കെ പണ്ട് ഇതിൻ്റെ തുടക്കഘട്ടത്തിൽ പറഞ്ഞിട്ട് ഇപ്പം അവസാനം ഇല്ലാത്ത സ്ക്രീൻഷോട്ടിനെ സംബന്ധിച്ച്, എനിക്കെതിരെ ഉണ്ടാക്കിയൊരു സ്ക്രീൻഷോട്ടിനെ സംബന്ധിച്ച് ഞാൻ അതിനെ തള്ളി പറഞ്ഞിട്ടില്ല എന്നുകൊണ്ട് പത്രസമ്മേളനം നടത്താമെന്ന് പറഞ്ഞാൽ
ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ പൊതുപ്രവർത്തനം തുടങ്ങിയ ഒരാളാണോ? ഞാൻ എവിടെയാണ് എൻ്റെ പൊതുജീവിതത്തിൽ, നിങ്ങൾക്ക് എവിടെയാണ് എന്നെ ഒരു വർഗീയതയോട് ചേർന്ന് നടക്കുന്ന ഒരാളായി അനുഭവപ്പെട്ടിട്ടുള്ളത്? കേരളീയ പൊതുസമൂഹത്തിന് എവിടെയാണ് അനുഭവപ്പെട്ടിട്ടുള്ളത്? ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്ത് പ്രചരണങ്ങളിലാണ് ഞാൻ തന്ന, ഏത് ഇന്റർവ്യൂകളിലാണ്, എൻ്റെ ഏത് പ്രസംഗങ്ങളിലാണ്, എൻ്റെ ഏത് നവമാധ്യമ പോസ്റ്റുകളിലാണ് എനിക്കൊരു മതത്തിന്റെ പ്ലസ് വേണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്? ഞാൻ ഇതിനു മുമ്പ് മത്സരിച്ച കോൺസ്റ്റിറ്റ്യുവൻസി ഏതാ? ഞാൻ അവിടുന്ന് 3 തവണ ജയിച്ചത് എങ്ങനെയാണ്? ഞാൻ ഇന്നലെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ബഹുമാനപ്പെട്ട എൻ്റെ എതിർ സ്ഥാനാർത്ഥിയെ അറിയാൻ ആ സ്ക്രീൻഷോട്ട് വ്യാജമാണ്. അങ്ങനെ ഒരു മെസ്സേജ് ഞങ്ങളുടെ ആരും ഞങ്ങളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലും ഇതുവരെ അയച്ചിട്ടുമില്ല, ഇനിയോട്ട് അയക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. ആരെയും രാഷ്ട്രീയത്തിൽ കാഫിർ എന്ന് വിളിച്ച് വോട്ടിന് അർഹരല്ല എന്ന് പറയുന്നവരുടെ പട്ടികയിലേക്ക് ഒരു കാലത്തും കടന്നു വരാൻ ആഗ്രഹിക്കുന്നുമില്ല. അതിൽ സൗമ്യതയുടെ ഒരു അഭിനയിക്കലുമില്ല. അതിൽ നിഷ്കളങ്കതയുടെ ഒരു മൂടുപണം ബോധപൂർവം എടുത്ത് അണിയുന്നുമില്ല. ഞങ്ങൾ ആ കാര്യത്തിൽ കളങ്കിതരല്ല. അത് കേരളീയ പൊതുസമൂഹത്തിനും വടകരയിലെ മുഴുവൻ ജനങ്ങൾക്കും ബോധ്യപ്പെട്ട ഒന്നാണ്. തീർത്തും ഫേക്കായിട്ടുള്ള ഒരു സൃഷ്ടിയിൽ, ആ സൃഷ്ടിയിൽ ഞാൻ അതിൻ്റെ ഒരു ആനുകൂല്യം പറ്റാൻ നിൽക്കുന്നവനല്ല. ആ സൃഷ്ടി എനിക്ക് വടകരയിലെ ജനങ്ങൾ തരുന്ന സ്നേഹത്തിന്റെ ആനുകൂല്യത്തെ തകർക്കാൻ വേണ്ടി ഉദ്ദേശിച്ചുള്ളതായിരുന്നു. അതിനെ തള്ളി പറയേണ്ടിയിരുന്നത് ബഹുമാനപ്പെട്ട എതിർ സ്ഥാനാർത്ഥിയും CPM-ഉമാണ്. അത്തരം വ്യാജ നിർമ്മിതികളുടെ പിൻബലത്തിൽ ഞങ്ങൾക്ക് വോട്ട് വേണ്ട, എതിർ സ്ഥാനാർത്ഥിയെ ആ തരത്തിൽ ചിത്രീകരിക്കുന്ന ആളുകളല്ല ഞങ്ങളെന്ന് പറയേണ്ടിയിരുന്നതിന് പകരം കാഫിർ എന്ന് വിളിച്ചതിനെ ഷാഫി തള്ളി പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് കാഫിർ എന്നാരും വിളിച്ചിട്ടില്ല. കാഫിർ എന്ന് വിളിച്ചതായി പ്രചരിപ്പിക്കപ്പെട്ട സ്ക്രീൻഷോട്ട് ഫേക്കാണ്. അത് കേരളത്തിലെയും വടകരയിലെയും മൊത്തം ജനങ്ങൾക്കും ബോധ്യപ്പെടുകയും ചെയ്തിട്ടും അതിന് ഞാൻ തള്ളി പറയുന്നില്ല എന്ന് പറയുന്നതിന്റെ ലോജിക്ക് എന്താ? എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ബഹുമാനപ്പെട്ട എതിർ സ്ഥാനാർത്ഥി ഇന്റർവ്യൂ ചെയ്ത മാധ്യമങ്ങളിൽ പലരും അത് ഫേക്കാണെന്നുള്ള പരാതി ഉയരുന്നു എന്നൊരു വാക്ക് പോലും അവരോട് ചോദിക്കാൻ പ്രയാസപ്പെടുന്നത് ഞാൻ കണ്ടു. ഒരു വാചകം ഒന്ന് സൂചിപ്പിക്കാൻ, നിങ്ങളത് ഫേക്കാണെന്ന് പറയണ്ട, അത് ഫേക്കാണെന്നുള്ളൊരു പരാതി ഉയർന്നിട്ടുണ്ടല്ലോ എന്നൊരു വാചകം നിങ്ങളുടെ ചോദ്യങ്ങളിൽ ഒന്ന് ചോദിക്കാൻ. ഞാനാണെങ്കിൽ നിങ്ങൾ എത്ര ചോദ്യം ചോദിച്ചിട്ടുണ്ടാവും? റിപ്പീറ്റഡ് ആയിട്ട് ഈ വ്യക്തിഹത്യയുടെ കാര്യത്തിലും വർഗീയ പ്രചരണങ്ങളുടെ കാര്യത്തിലും നിങ്ങളുടെ എത്ര ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞു. ഒരു വർഗീയവാദിയായിട്ട് ചിത്രീകരിക്കപ്പെടുന്നത് അത്ര സുഖകരമായിട്ടുള്ളൊരു അനുഭവമല്ല. അത് തെരഞ്ഞെടുപ്പ് ജയിക്കാനോ തോക്കാനോ എന്നുള്ളതൊന്നുമല്ല. ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് പൊതുസമൂഹത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഈ വർഗീയതയുടെ പട്ടം ഇങ്ങനെ ചാർത്തി കിട്ടുന്നത് രസകരമായിട്ടുള്ളൊരു അനുഭവമല്ല. അതിന് നിരന്തരം മറുപടി പറയേണ്ടി വരുന്നത് തന്നെ പ്രയാസമാണ്. മറ്റേത് ആരോപണം പോലെയല്ല. ഒരു വ്യാജമായ ഒരു സൃഷ്ടിയുടെ പേരിൽ അത് ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന മണിക്കൂറുകളിൽ പോലും എൻ്റെ തലയിൽ അത് കെട്ടിവെക്കാനുള്ള ശ്രമം, അതും അത് സൃഷ്ടിച്ചവരുടെ സങ്കേതത്തിൽ നിന്നും വളരെ തരം താഴ്ന്ന നടപടിയായി പോയി. പറയാതിരിക്കാൻ കഴിയില്ല. വിത്ത് ഓൾ റെസ്പെക്ട്, ഒരിക്കലും അത് ഫേക്കാണെന്ന് അറിഞ്ഞിട്ടും അത്തരത്തിലുള്ളൊരു കമന്റ് ബഹുമാനപ്പെട്ട എതിർ സ്ഥാനാർത്ഥിയുടെ നാവിൽ നിന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ ഈ പോളിംഗിന്റെ ശതമാനക്കണക്കുകൾ പുറത്തു വരുന്നതിന് മുമ്പേ
പോളിംഗ് പൂർത്തിയാവുന്നതിന് മുമ്പേ ഞാൻ പാലക്കാട് വോട്ട് ചെയ്ത് വടകരയിൽ വന്ന് ഇറങ്ങി ഇതേ സ്ഥലത്ത് മാധ്യമങ്ങളെ കാണുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. എല്ലാ വർഗീയ ധ്രുവീകരണ ശ്രമങ്ങളെയും എല്ലാ വ്യാജ പ്രചരണങ്ങളെയും വടകരയിലെ ജനങ്ങൾ അതിജീവിക്കും, UDF അതിജീവിക്കും. നോ ലെയിം റീസൺസ്. ഒരു ന്യായീകരണവും ചമച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ റിസൾട്ടിനെ സംബന്ധിച്ചുള്ള ആശങ്കകൾ ഞങ്ങൾക്കില്ല എന്നുള്ളത് കൃത്യമായി ഈ പോളിംഗ് ഒക്കെ തീരുന്നതിന് മുമ്പ്, ഉച്ചയുടെ മുമ്പ് പറഞ്ഞൊരാളാണ് ഞാൻ. അത് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ആ നിലയിൽ ഉയർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങളും ഞങ്ങൾ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. രാജ്യത്തെ വീണ്ടെടുക്കാനുള്ള തെരഞ്ഞെടുപ്പ്, 2 ജനവിരുദ്ധ ഭരണകൂടങ്ങളുമുള്ള ജനവിരുദ്ധ ഭരണകൂടങ്ങളോടുമുള്ള ഇവിടുത്തെ ജനതയുടെ പ്രതിഷേധം, 3 ഈ നാടിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനവും ജീവിതവും സ്വസ്ഥവും സമാധാനമായിരിക്കാൻ ആഗ്രഹിക്കുന്ന ജനതയുടെ കാര്യങ്ങൾ, വേറൊരു വശത്ത് ഞങ്ങൾ ഇവിടുത്തെ ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ളൊരു ഹോപ്പ്, പ്രതീക്ഷകൾ, വടകരയിലെ യുവതക്കും വിദ്യാർത്ഥി സമൂഹത്തിനും ഉൾപ്പെടെ ഞങ്ങൾ കൊടുത്തിട്ടുള്ള പ്രതീക്ഷകൾ, ഈ ഘടകങ്ങളെല്ലാം ഞങ്ങൾക്ക് അനുകൂലമായിരിക്കുകയാണ്. UDFൻ്റെ ഒരു വോട്ടർക്ക് പുറത്തു വന്ന് വോട്ട് ചെയ്യാതിരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുന്നില്ല. അത് സൃഷ്ടിക്കാനാണ് ശ്രമം നടന്നോ എന്നുള്ളത്, അവർക്ക് വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വോട്ട് ചെയ്യാതിരിക്കാനുള്ള എന്തെങ്കിലും ബോധപൂർവമായ ശ്രമം നടന്നു എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മിറ്റി പരിശോധിക്കുന്നത്. അതിനെ സംബന്ധിച്ച് അവർ വ്യക്തമാക്കി പറയും. പക്ഷേ LDFൻ്റെ വോട്ടിൽ അല്ലെങ്കിൽ BJP വോട്ടുകൾക്ക് അവരുടെ ഭരണകൂടങ്ങൾ അവരിലുണ്ടാക്കിയ നിരാശ, അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒന്നല്ലെങ്കിൽ മാറി ചിന്തിക്കാനോ അല്ലെങ്കിൽ വോട്ട് ചെയ്യാതിരിക്കാനോ മാത്രം ഗൗരവമുള്ളതായിരുന്നു എന്ന് ഞങ്ങളുടെ രാഷ്ട്രീയ നിരീക്ഷണത്തിൽ പറയുന്നു. ഞങ്ങൾ കംഫർട്ടബിളായിട്ട് വടകര പാർലമെൻറ്റ് മണ്ഡലം ജയിക്കും എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ടെന്ന് ഞങ്ങളെ കാണുന്ന കേൾക്കുന്ന മുഴുവൻ ജനങ്ങളോടും പറയും. ഇവിടുത്തെ ജനത നൽകിയ പിന്തുണ അത് വാക്കിൽ പറഞ്ഞു തീർക്കാൻ കഴിയുന്ന ഒന്നല്ല. ഞങ്ങളുടെ സ്വീകരണ പരിപാടികളൊക്കെ മണിക്കൂറുകൾ വൈകുമ്പോഴും വഴിവക്കിൽ കാത്തുനിന്ന, പുലർച്ചെ വരെ കാത്തുനിന്ന അമ്മമാർ, സഹോദരിമാർ, കൈക്കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ, ഇന്നലെ രാത്രി പോളിംഗ് 11:41 നടക്കുമ്പോഴും 5 മണിക്ക് മുമ്പ് പോളിംഗ് ബൂത്തിലെത്തിയിട്ട്, അല്ലെങ്കിൽ 6 മണിക്ക് മുമ്പ് പോളിംഗ് ബൂത്തിലെത്തിയിട്ട് 11:41 അവസാനത്തെ വോട്ടും പോൾ ചെയ്യുന്ന ആ വ്യക്തി വരെയുള്ള ആളുകൾ ഈ ജനാധിപത്യ പ്രക്രിയയോട് കാണിച്ചിട്ടുള്ള വലിയ കമ്മിറ്റ്മെൻറ്റിനെ വലിയ ആദരവോടുകൂടിയാണ് ഞങ്ങൾ നോക്കിക്കാണുന്നത്. ഇത്തരം ശ്രമങ്ങളെല്ലാം, ബോംബിൻ്റെ രാഷ്ട്രീയത്തെയും വർഗീയ രാഷ്ട്രീയത്തെയും ധ്രുവീകരണ ശ്രമങ്ങൾ ഞാൻ അടിവരയിട്ട് പറയുന്നു. UDF സ്ഥാനാർത്ഥി ധ്രുവീകരണം നടന്നു എന്ന് പറഞ്ഞിട്ടില്ല. വടകരയിലെ ജനത ആ ധ്രുവീകരണങ്ങളെ മറികടക്കാൻ മാത്രം ജനാധിപത്യ ബോധമുള്ളവരും കോമൺ സെൻസ് ഉള്ളവരുമാണ്. അതിനെല്ലാം മറികടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. അത് ജൂൺ 4 കേരളവും ഇന്ത്യയും ലോകവും കാണുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇല്ല, അല്ല, അതാ ഞാൻ പറഞ്ഞത്, ഞങ്ങളുടെ വോട്ടുകൾ കുറയേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം. ഇപ്പോൾ ഒരു UDF വോട്ടറെ സംബന്ധിച്ചിടത്തോളം ഒരു ചേഞ്ചിന് വേണ്ടിയാണ് വോട്ട് ചെയ്യുന്നത്. ഒരു UDF അനുഭാവിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചേഞ്ചിന് വേണ്ടിയാണ് വോട്ട് ചെയ്യുന്നത്. ഒരു നിഷ്പക്ഷ ജനതയെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ വീണ്ടെടുക്കാൻ, അല്ലെങ്കിൽ അവർക്ക് ഈ ഭരണകൂടങ്ങളോടുള്ള പ്രതിഷേധം, ഇതൊക്കെ രേഖപ്പെടുത്താനാണ് വോട്ട് ചെയ്യുന്നത്. പക്ഷേ LDF വോട്ടറെ സംബന്ധിച്ചിടത്തോളമോ BJP വോട്ടറെ സംബന്ധിച്ചിടത്തോളമോ പെൻഷൻ പോലും കൊടുക്കാത്തതിൽ ഉള്ള പ്രതിഷേധമുള്ളവർക്ക് മാറി ചിന്തിക്കാൻ മടിയാണെങ്കിൽ ചിലപ്പോൾ വിട്ടുനിൽക്കാം. BJPയുടെ മുഴുവൻ വാഗ്ദാനങ്ങളും, ഇപ്പോൾ അവസാന നാളുകളിലൊക്കെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് അടുത്തെത്തി നിൽപ്പ് നടത്തിയ പ്രസംഗമൊക്കെ എത്രത്തോളം അപകടകരമാണ്. അപ്പോൾ ഒന്നും വേറെ ജനങ്ങളോട് പറയാനില്ലാത്തതിൻ്റെ പേരിൽ ഈ ഡിവിഷൻ ഉണ്ടാക്കാൻ ഒരു സ്റ്റേറ്റിൻ്റെ ഹെഡ് തന്നെ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ ആർക്കെങ്കിലും നിരാശ തോന്നിയിട്ടുണ്ടെങ്കിൽ അവരും വോട്ടെടുപ്പിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടാവാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ ആഗ്രഹിച്ച ആളുകൾക്ക് വോട്ട് ചെയ്യാനുള്ള താല്പര്യമായിരുന്നു കൂടുതൽ. ഞങ്ങൾ ഇലക്ഷൻ കമ്മിറ്റി ഇരുന്നിട്ടില്ല. ഇന്നലെ രാത്രി 11:41 അത് തീർന്നത്.
ഇപ്പോൾ സ്ട്രോങ് റൂമിൽ നിന്ന് 3 മണിക്കാണല്ലോ 11:43, 2 മിനിറ്റ് പറഞ്ഞപ്പോൾ തെറ്റിപ്പോയി. 11:43 അത് തീർന്നത്. ഇന്ന് സ്ട്രോങ് റൂമിൽ എല്ലാ കാര്യങ്ങളും എത്തിച്ചിട്ട് രാവിലെയാണ് ചീഫ് ഇലക്ഷൻ ഏജന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ കുറച്ച് നേരത്തെയാണ് വീട്ടിൽ വന്ന് ഫ്രഷായി പോയത് പോലും. അവർക്ക് ലഭിച്ചിട്ടുണ്ടാവില്ല, അത് കിട്ടൂലല്ലോ. അല്ല, ആരാ എനിക്ക് വേണ്ടി എത്താത്ത പ്രചാരണപ്പെട്ട നേതാവ്? അതായത് പ്രത്യേക സംഘമാണ് ഷാഫിയുടെ പ്രചാരണം നയിച്ചത്. മുതിർന്ന നേതാക്കൾക്ക് അതിൽ ഇടപെടാൻ സാധിച്ചില്ല. ആ പ്രചാരണം നടത്തിയ വിഭാഗത്തെ എന്ത് പേര് പിടിക്കണമെന്ന് പറയാനാവില്ല എന്നാണ് ജില്ലാ സെക്രട്ടറി മോഹൻ പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം, ഇവിടെ ചെയർമാനായിരുന്ന പാറക്കൽ അബ്ദുൾ, അദ്ദേഹം 18 വയസ്സുകാരനല്ലല്ലോ, അത്യാവശ്യം മുതിർന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇതിൻ്റെ കൺവീനറായി പ്രവർത്തിച്ച പ്രിയപ്പെട്ട എൻ വേണുചേട്ടൻ, ബാലനാരായണൻ, അതുപോലെ തന്നെ DCC പ്രസിഡന്റ് പ്രവീൺ, മുതിർന്നു എന്ന് പറഞ്ഞാൽ പ്രവീൺ സമ്മതിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ അതുപോലെ KK രമ, പിന്നെ ഇതിൻ്റെ എല്ലാം സീനിയറായിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ തുടക്കം മുതൽ എൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ ഏറ്റവും അടുത്ത കാലത്ത് ഏറ്റവും സജീവമായി മുല്ലപ്പള്ളി രാമചന്ദ്രൻ സാർ ഇൻവോൾവ് ചെയ്തൊരു തെരഞ്ഞെടുപ്പാണിത്. മറ്റേ ഡേ ടു ഡേ പൊളിറ്റിക്സിൽ പലപ്പോഴും അദ്ദേഹത്തെ ഒരു കോൺഗ്രസ് യോഗത്തിലോ മറ്റൊന്നും റെഗുലറായിട്ട് അദ്ദേഹം വളരെ ചൂസി ആയിട്ടുള്ള പരിപാടികളാണ് പങ്കെടുത്തിരുന്നത്. പക്ഷേ ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ദിവസങ്ങളിൽ അദ്ദേഹം വെറുതെ ഇരുന്നിട്ടില്ല. KK ശൈലജയ്ക്കെതിരായ വർഗീയ ധ്രുവീകരണത്തിന് താൻ ശ്രമിച്ചിട്ടില്ല എന്ന് പറയുകയായിരുന്നു ഷാഫി പറമ്പിൽ. ഈ ആരോപണത്തെ വീണ്ടും വീണ്ടും നിഷേധിക്കുകയാണ് ഷാഫി പറമ്പിൽ. ഇത്തരമൊരു ആരോപണം ഉണ്ടാകുമ്പോൾ അത്തരമൊരു ആരോപണം ഉന്നയിക്കേണ്ട സാഹചര്യം തനിക്കില്ല എന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. പോസ്റ്റ് വ്യാജമാണെന്ന് പലർക്കും മനസ്സിലായിട്ടുണ്ട്. താൻ മാപ്പ് പറയണമെന്ന് എതിർ സ്ഥാനാർത്ഥി പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളതെന്നും ഷാഫി പറമ്പിൽ ചോദിക്കുകയായിരുന്നു. ഊഞ്ഞാലാടുന്നതിനിടെ കൽത്തൂൺ ഇളകി വീണ 14-കാരന് ദാരുണാന്ത്യം. തിരുവങ്ങാട് സ്വദേശി ശ്രീനികേതാണ് മരിച്ചത്. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് ചേരുന്നു. സജോ, എന്താണ് സംഭവിച്ചത്? പ്രവിധ ദാരുണമായ സംഭവമാണ്. ഊഞ്ഞാൽ കെട്ടിയ കൽത്തൂൺ ഇളകി ഈ തൂൺ തലയിൽ വീണാണ് 14-കാരനായ KP ശ്രീനികേത് മരിച്ചത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഈ 2 കൽത്തൂണുകൾ വീടിന് സമീപത്തായി ഉണ്ടായിരുന്നു. ആ കൽത്തൂണുകളിൽ കയർ കെട്ടി അതൊരു ഊഞ്ഞാലായി ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടെയാണ് അപകടം. കൽത്തൂണുകൾ ഇളകി വീണു. തൂണുകൾ പതിച്ചത് 14-കാരന്റെ തലയിലാണ്. പിന്നാലെ തന്നെ ബന്ധുക്കൾ ചേർന്ന് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഈ അപകടം സംഭവിച്ച ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു. പക്ഷേ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. മൃതദേഹം ഇന്ന് രാവിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. വൈകിട്ടോടുകൂടിയായിരിക്കും സംസ്കാരം. മാതാപിതാക്കൾ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി, അച്ഛൻ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കും അമ്മ വോട്ട് ചെയ്യാനും ആയി പോകുമ്പോഴാണ് മക്കളെ തറവാട്ട് വീട്ടിലേക്ക് എത്തിച്ചത്. അതിനിടെയാണ് കുട്ടികൾ ഈ ഊഞ്ഞാലാടുന്നതിന് വേണ്ടി കയറ് കെട്ടുകയും ഊഞ്ഞാലാടുകയും ചെയ്തത് മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി. പക്ഷേ ഈ കൽത്തൂണുകൾക്ക് ഉറപ്പില്ലായിരുന്നു. അത് ഇളകി തകർന്നു തലയിലേക്ക് പതിച്ചാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. പ്രവിധ ശരി, ഊഞ്ഞാല് കെട്ടിയ കൽത്തൂൺ ഇളകി വീണാണ് 14-കാരൻ മരിച്ചത്. വിവരങ്ങളാണ് സജോ ദേവസ്യ നൽകിയത്. ഇതോടെ ഇന്ന് സംഭവിച്ചത് പൂർണ്ണമാകുന്നു.